ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. ഇന്ന് എജൂസിന്റെ വിന്നേഴ്സ് ടോക്കിൽ എന്നോടൊപ്പം ഉള്ളത് അനീസയാണ്. ഒരുപക്ഷെ അനീസ ഈ മുഖം നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഒരേ സമയം തന്നെ എജൂസിന്റെ സ്റ്റുഡന്റും ഫാക്കൽറ്റിയും ആയിരുന്നുകൊണ്ട് തന്നെ സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അനീസ. ഹായ് അനീസ, വെൽക്കം ടു ദ സെഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ആദ്യമായി ഒന്ന് പരിചയപ്പെടുത്താമോ? എത്രാമത്തെ റാങ്ക് ആയിരുന്നു, എവിടെയാണ് പോസ്റ്റിംഗ് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എൻ്റെ പേര് ഫാത്തിമത്ത് അനീസ. വീട് ആലപ്പുഴയാണ്. ആലപ്പുഴ DHSന്റെ എക്സാമിൽ 14th DHS റാങ്ക് ലിസ്റ്റിൽ 14th റാങ്കാണ്. ഇപ്പം പുന്നപ്ര, ആലപ്പുഴയിൽ തന്നെ പുന്നപ്ര സൗത്ത് ഹെൽത്ത് സെന്ററിൽ ഗവൺമെന്റ് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരേ സമയം തന്നെ എജൂസിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ഒപ്പം ഫാക്കൽറ്റി ആയിരുന്നു. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ എങ്ങനെയാണ് ഈ ഒരു ഡ്യുവൽ റോൾ, അതായത് ഫാക്കൽറ്റിയുടെയും സ്റ്റുഡന്റിന്റെയും ഒരു ഡ്യുവൽ റോൾ ഹാൻഡിൽ ചെയ്തത്? ശരിക്കും എഡൂസിൻ്റെ ഈ വീഡിയോസും ഒക്കെ നമ്മളിങ്ങനെ പഠിച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ട്രാക്കിലേക്ക് വീഴാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. നമുക്ക് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ശരിക്കും ഞാൻ 2019 പാസ് ഔട്ട് ആയത്. അപ്പം അത്ര ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ബുക്സ് ഒക്കെ എടുക്കുമ്പോൾ ആ കണക്ഷനൊക്കെ വിട്ടു വരും. അപ്പം നമ്മൾ ആ ഇതൊക്കെ കഴിഞ്ഞ് അതിലേക്കൊന്ന് എല്ലാം ടച്ചൊക്കെ ആയിട്ട് വന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴാണ് ഇതിൻ്റെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫാക്കൽറ്റി ഹയറിങ് കണ്ടിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന ടീച്ചറായിട്ട്. അപ്പം ശരിക്കും നമ്മൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ തന്നെ ബുക്സ് വായിക്കുന്നു. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പം നമ്മൾ പഠിച്ചത് ഒന്നും കൂടി കുറച്ചും കൂടി തറവാകും. പിന്നെ ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ ചോദിച്ചാലും പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ക്ലിക്കായി കിടക്കും ചില പോയിന്റ്സ് ഒക്കെ. പിന്നെ നമുക്ക് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുമ്പം എക്സാമിന് പഠിക്കുന്നതും ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് പ്രിപ്പറേഷൻസ്. അപ്പം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡൗട്ട് ആസ്പെക്റ്റും കൂടി നോക്കും. ഇപ്പൊ ഇന്ന രീതിയിൽ പിള്ളേര് ഡൗട്ട് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്നും കൂടി നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി അതൊരു ഡബിൾ സപ്പോർട്ടാണ് നമ്മൾ എക്സാമിന് ഇതിന് ശേഷം ഞാൻ ഇത് പഠിപ്പിച്ചതിന്റെ ഇടയ്ക്ക് ഒരു എക്സാം എഴുതിയായിരുന്നു. അപ്പൊ അതിനൊക്കെ പല ക്വസ്റ്റ്യൻസും ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു PSC പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ സിലബസ് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക, റിവിഷൻ, അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എജൂസ് അക്കാഡമിയിൽ ഒരു റിവിഷൻ ബേസ്ഡ് ലേണിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഒരു 30 days റിവിഷൻ, ഫുൾ സിലബസ് കവർ ചെയ്തൊരു റിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അനീസയെ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ സഹായിച്ചത്, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? ശരിക്കും നമ്മുടെ ഇതിന്റെ ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഒരു സിലബസ് ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ഫാർമസിസ്റ്റ് എക്സാമിന് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് എന്താന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ A to Z എന്തൊക്കെ കാര്യങ്ങൾ ആ സിലബസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഡിഫാമിന്റെ ഫുൾ സബ്ജക്റ്റിൽ സെലക്റ്റീവ് ആയിട്ട് ആ സിലബസ് കൊടുത്തേക്കുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ആ സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ പോയിന്റ് ടിക്കറ്റ്, ഇനി എന്തൊക്കെ സിലബസിൽ ഓരോ പോയിന്റ്സും കവർ ചെയ്തു എന്നുള്ള ഫുൾ ചെക്ക് ലിസ്റ്റ് പോലെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും. പിന്നെ ടഫ് ഉള്ളതിന് നമ്മൾ റിവിഷൻ കൂടുതൽ കൊടുക്കണം. പിന്നെ ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മള് മൂഡ് നമ്മുടെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ടൈമും ഉണ്ട്, മടുത്തിരിക്കുന്ന ടൈമും ഉണ്ടാവും നമ്മുടെ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിൽ. അപ്പം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് പഠിക്കും, അങ്ങനെ ടഫ് ആയിട്ടുള്ളത് പഠിക്കും. അങ്ങനെ ആ ഒരു സിലബസ് ആണ് ഇതിന്റെ മെയിൻ സംഭവം. പിന്നെ നമ്മൾ തിയറി, ഈ സിലബസിന്റെ ഉള്ളിൽ വരുന്ന ഫുൾ തിയറി നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ തോന്നും ഇതൊക്കെ എങ്ങനെ പഠിക്കും, ബൾക്ക് പോലെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു അതിലേക്ക് വന്നു കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. അപ്പം ആ തിയറി പഠിക്കണം. പിന്നെ തിയറി പഠിക്കുന്ന പോലെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ റിവിഷനും. ശരിക്കും നമ്മൾ എന്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, എത്ര നമ്മൾ പഠിച്ചാലും അതൊന്നും കൂടി റിവൈസ് ചെയ്താലേ നമുക്ക് ഉത്തരത്തിലേക്ക് അത് വരുള്ളൂ. അപ്പം റിവിഷൻ എന്ന് പറയുന്നത് തിയറി പഠിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഒരു പടി മുന്നിൽ ഇമ്പോർട്ടൻസ് ആയിട്ടില്ല. ഇപ്പൊ എഡൂസിന്റെ റിവിഷൻ ക്ലാസ് നമ്മൾ പഠിച്ചിട്ട് ആ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം ഒന്നും കൂടി ഓടി മറിയും, നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോവാണല്ലോ എല്ലാ ക്വസ്റ്റ്യൻസും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഈ റിവിഷൻ ബേസ്ഡ് ആയിട്ടുള്ള. പിന്നെ 100 MCQ വർക്കൗട്ടിന്റെ ഒക്കെ വീഡിയോസ്, അതും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ഓൾറെഡി ആ തിയറി പഠിച്ചു, പിന്നെ നമ്മൾ ആ റിവിഷനും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് തറവാകും. പിന്നെ ഈ MCQ വർക്കൗട്ടിന്റെ കാര്യം, ശരിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്ന് പറഞ്ഞാൽ
കുറച്ചു നേരം പഠിക്കുമ്പോൾ നമ്മൾ അങ്ങ് ടയേർഡ് ആവും. അപ്പം ഒരു ഗ്യാപ്പ് പോലെ ഹെഡ്സെറ്റ് വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ ക്ലാസ് കേൾക്കുമായിരുന്നു. പിന്നെ അതേപോലെ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വീട്ടിലൊക്കെ നമുക്ക് പണികളൊക്കെ ചെറിയ ചെറിയ അങ്ങനെ മാക്സിമം നമ്മൾ വർക്ക് ആ സമയത്ത് കുറച്ചുകൂടി സ്റ്റഡി ടൈം കൂട്ടും. എന്നാലും എന്തെങ്കിലുമൊക്കെ വർക്ക് അത്യാവശ്യമായിട്ടൊക്കെ വരുമ്പോൾ അത് ചെയ്യുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് MCQs ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ മാക്സിമം MCQ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഓപ്ഷൻസ് ഏതൊക്കെ വരാം, നമുക്ക് ഓപ്ഷൻ വരുമ്പോൾ എങ്ങനെ ഡൗട്ട് ആവാതെ ഇരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും ഇത് 4ഉം ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ട് വേണം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ശരിക്കും ഒരു കേരള PSC പോലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ആകണം എന്നൊരു മനസ്സിലൊരു തോന്നൽ വരാൻ തീർച്ചയായിട്ടും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു കാണും അല്ലേ? അതോടൊപ്പം തന്നെ ആ ഒരു ഈ പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു കാണും. അപ്പൊ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? എങ്ങനെയൊക്കെ ആയിരുന്നു അനീസയുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ഫസ്റ്റ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്റെ മാരേജ് ഞാൻ കല്യാണത്തിന് മുന്നേ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പറയും PSC പഠിക്കണം പഠിക്കണം, പക്ഷെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ട് ആരുമില്ല. പിന്നെ കല്യാണത്തിന് ശേഷം ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും രണ്ടുപേരും ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ആയവർ. അപ്പം അവര് ഇപ്പം പെൻഷൻ ഒക്കെ ആയിട്ട് സുഖജീവിതം. അപ്പം അവര് ഇങ്ങനെ എപ്പോഴും പറയും ഇതിന്റെ ഗുണങ്ങള്, ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ ബെനിഫിറ്റ്സ്, സാലറി, കാര്യങ്ങൾ, നമ്മുടെ പൊസിഷൻ, ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും മോട്ടിവേഷൻ ആയിരുന്നു. അപ്പൊ ഞാന് ഇതുപോലെ അങ്ങനെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഈ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഫാർമസി പഠിച്ച കുട്ടികൾക്ക് അറിയാം, നമ്മൾ ഒന്നെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഈ മരുന്നെടുത്ത് കൊടുക്കാനാണോ ഇവർ ഈ 4 വർഷം പഠിച്ചെന്നുള്ള ഒരു രീതി ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും. അപ്പം നമുക്ക് വിലയും ഇല്ല, അതേപോലെ നമുക്ക് സാലറിയും കുറവാ. നമ്മൾ പെർമനന്റ് ജോബ് അല്ലാത്തതുകൊണ്ട് ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നത്, നമുക്ക് ഒരു സ്ഥിരതയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇത് പഠിക്കാൻ തീരുമാനിക്കുന്നത്. പിന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇവിടെ ഉമ്മയാണെങ്കിലും ഇങ്ങനെ രാവിലെയൊക്കെ വെളുപ്പിന് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഇപ്പം എണീറ്റിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുമ്പോഴും ശമ്പളം കിട്ടും എന്ന് പറയാം. അപ്പൊ ഞാൻ ചാടി എണീറ്റിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫാമിലിയുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഒറ്റയ്ക്ക് എന്താ അച്ചീവ് ചെയ്യുന്നതിനേക്കാളും സപ്പോർട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് വേറെ. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഇതില്. ഇപ്പൊ എനിക്ക് ഒരു ചെറിയ മോളായിരുന്നു, അവളെ നോക്കുന്ന കാര്യത്തില് അവളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആഗ്രഹം ഇങ്ങനെ പുറത്ത് നടക്കാനും ഫിലിം കാണാനും ഫങ്ഷൻസ് അങ്ങനെയൊക്കെ അതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കുറെ നമ്മൾ പഠിത്തത്തിലേക്ക് ഇങ്ങനെ ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും, പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ ആ പഠിത്തത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ ഫോൺ യൂസ്, നമ്മൾ ഈ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് അങ്ങനത്തെ ഒരു ലൈഫിൽ നിന്ന് ഷിഫ്റ്റ് ആവല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം ഇൻസ്റ്റഗ്രാം ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലിംസ് കാണൽ നിർത്തി. പിന്നെ ഈ ഇൻസ്റ്റഗ്രാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമർ വെച്ച് ആദ്യം 45 മിനിറ്റ്സ് അതിങ്ങനെ കുറച്ച് അവസാനമായപ്പം ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത്. പിന്നെ യൂട്യൂബ് ഒക്കെ കയറി കാണാൻ നമുക്ക് ഭയങ്കര ടെൻഡൻസി ആയിരിക്കും, ഇങ്ങനെ പഠിച്ച് മടുക്കുമല്ലേ. അപ്പം ഫോണിന്റെ ചാർജ് ചെയ്യത്തില്ല, അപ്പൊ ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രഗ്ലിംഗ് ആണ് ഇതിന്റെ, നമുക്ക് എന്തായാലും അപ്പം ഞാൻ വിചാരിക്കുന്നത് 1 വർഷം സ്ട്രഗിൾ ചെയ്താൽ എന്താ, പിന്നെ ഒരു ഹാപ്പി എൻഡിങ് ആണല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലക്ക് എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഹാർഡ് വർക്ക് ആണ്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അനീസയുടെ ഈ ഒരു അച്ചീവ്മെന്റിന് പിന്നിൽ തീർച്ചയായിട്ടും എജൂസ് അക്കാഡമിക്ക് നല്ലൊരു റോള് തന്നെയുണ്ട്. അപ്പോൾ എജൂസിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ അനീസെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? എഡൂസിന്റെ ആപ്പ് ഫോർമാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് എപ്പോഴും ഈ നോട്ട്സ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നോട്ട് കാണുമ്പോൾ ഇത് മൊത്തം പഠിക്കണല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ എഡൂസിന്റെ PPT നോട്ട്സ്, അപ്പൊ ഇങ്ങനെ ബൾക്കി ആയിട്ട് എഴുതാതെ എല്ലാം പോയിന്റ് വൈസ് ആയിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത്. പിന്നെ ഓരോ ചാപ്റ്ററിന് ഇത് ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ ഒരു റിവിഷൻ പോലെ, ഒരു MCQ പോലെ ഇന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനും കൂടി ഒരു നമുക്കൊരു കോൺഫിഡൻസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള അത് ആ ആപ്പ് ഫോർമാറ്റ് തന്നെ ഭയങ്കര അടിപൊളി. പിന്നെ ഈ റിവിഷൻ
റിവിഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. കാരണം എപ്പോഴും നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ റിവൈസ് റിവിഷനും കൂടി ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എത്ര പഠിച്ചാലും റിവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിൽ വലിയ ബെനിഫിറ്റ് ഇല്ല. അപ്പം ഈ 30 days റിവിഷൻ ക്ലാസ്സും ഫുള്ളി നമുക്ക് അതായത് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കുറേ സമയം റിവിഷന് വേണ്ടി മാത്രം തന്നെ മാറ്റി വെക്കണം. എന്നാലേ നമുക്ക് ആ ഫുൾ എക്സാമിലേക്ക് ഫുൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പേഴ്സണൽ ചോദ്യം, ഇപ്പൊ ജോലി കിട്ടിയതിന് ശേഷവും അതിനു മുമ്പും ഉള്ള ലൈഫ് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. ഇൻ ടേംസ് ഓഫ് സോഷ്യൽ അക്സെപ്റ്റൻസ് ആവട്ടെ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവട്ടെ. അപ്പൊ അനീസയ്ക്ക് എന്താണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? ശരിക്കും എന്താ നമ്മള് അൽഹംദുലില്ലാ എന്ന് പറയും ഒറ്റ വാക്കില്. കാരണം ശരിക്കും ഈ ഒരു ലൈഫ് നമ്മള് സ്വപ്നം കണ്ടിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആകുംന്ന് ആ ഒരു ഹോപ്പിലല്ല നമ്മൾ പഠിക്കുന്നത്. അത് തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അത് നമ്മള് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെ ആകും, കുറച്ച് സഫർ ചെയ്താൽ എന്താ. അപ്പൊ നമുക്കിങ്ങനെ നമ്മൾ കാണും അല്ലെ ഭാവിയിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഗവൺമെന്റ് സർവീസിന്റെ ID കാർഡ്സ് ഒക്കെ കാണുമ്പോഴൊക്കെ എനിക്കും ഇതിടാൻ പറ്റുമായിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അങ്ങനെ അത് പെട്ടെന്ന് അത് അച്ചീവ് ആയി കഴിഞ്ഞപ്പോ അതിന്റെ ഒരു സന്തോഷം. പിന്നെ നമുക്ക് നാട്ടിലും വീട്ടിലും ഒക്കെ ഒരു നിലയും വിലയും ഒക്കെ വരും. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഗവൺമെന്റ് സർവീസിലാണല്ലേ എന്ന് ചോദിക്കുന്നത്. ശരിക്കും പണ്ട് നമ്മൾ ഒരു പ്രൈവറ്റ് സെക്ടറിലെ മെഡിക്കൽ ഷോപ്പിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം. ഫാർമസിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു വിലയും ഗവൺമെന്റ് ഫാർമസിസ്റ്റ് ആവുമ്പോൾ ഒരു ഇതും എൻറ്റയർലി നമ്മുടെ ജോബ് സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് ആണ്. അപ്പം എൻ്റെ വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കായിരുന്നു ഇതിൽ ഏറ്റവും ഹാപ്പിനെസ്. കാരണം അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു ഉള്ളിലൊരു ഉറപ്പുണ്ട് ഇപ്പൊ. അങ്ങനെ പിന്നെ പാർട്ട്ണറിനാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാ. അപ്പൊ നമുക്കിങ്ങനെ പിന്നെ നമുക്കും കുറെ ആഗ്രഹങ്ങളുണ്ടല്ലോ. നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ള അത് ശരിക്കും നമ്മളിൽ തന്നെ ഒരു ഭയങ്കര ബിഗ് കോൺഫിഡൻസ് ആണ് തരുന്നത് ശരിക്കും. അപ്പൊ എജുസ് അക്കാഡമിയിൽ ഇനിയിപ്പോൾ നിലവിൽ DME DHSന്റെ ലോങ് ടേം ബാച്ച് വരുന്നുണ്ട്. ഒത്തിരി എക്സാംസ് വരുന്നുണ്ട്. IMS, CRE, സെൻട്രൽ ഗവൺമെന്റിന്റെ ആകട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആകട്ടെ ഒത്തിരി എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലാസ്സുകളാണ് എജുസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എജുസ് അക്കാഡമി കോച്ചിങ്ങിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുമോ? തീർച്ചയായും റെഫർ ചെയ്യും. എഡൂസിന്റെ ആപ്പ് മാത്രമല്ല റാങ്ക് ഫയലുണ്ട്, പിന്നെ നോട്ട്സും ഉണ്ട് അതിൽ. അപ്പൊ നമുക്ക് നോട്ട് എനിക്ക് തോന്നുന്നു ആപ്പ് ഇപ്പം എല്ലാവർക്കും ഈ പ്രിപ്പറേഷനും നോട്ട്സ് എഴുതലും കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റേജ് വരുന്നുണ്ട്. ഇപ്പം ബുക്കും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് അത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് ടൈം മാനേജ്മെന്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ നോട്ട്സും റിവിഷൻ ക്ലാസ്സസ്, പിന്നെ MCQ വർക്കൗട്ട്, പിന്നെ നട്ട്ഷെല്ലിൽ ചാപ്റ്റേഴ്സ് ഇടും, ഷുവർ നോട്ട്സ് പോലെ ഇടും. അപ്പൊ നമ്മൾ ഒന്ന് പഠിച്ചിട്ട് അതും കൂടി കവർ അപ്പ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കുന്ന പോലെ. അപ്പം അതെല്ലാം കൂടി ഒരു ഫുൾ പാക്കേജ് ആണ് എഡ്യൂസ് അക്കാഡമി. അപ്പം തീർച്ചയായിട്ടും റെഫർ ചെയ്യും. അപ്പോൾ ശരിക്കും ഒരു അപ്കമിങ് ആസ്പിറൻസ്, ശരിക്കും എനിക്ക് സർക്കാർ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പ്രിപ്പറേഷൻ ടൈമിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അനീസയ്ക്ക് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ വരുന്ന ആസ്പിറൻസിന് കൊടുക്കാൻ എന്തെങ്കിലും മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏർലി സ്റ്റാർട്ട് ചെയ്യണം. ഈ പ്രിപ്പറേഷൻസ് ഏർലി സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മളിത് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ എക്സാം. അപ്പൊ അന്നേരം നമുക്ക് ഒരു ഭയങ്കര ഹെവി ലോഡ് തലയിലെടുത്ത് വെക്കുന്ന ഒരു ഫീലാ. നമുക്ക് തന്നെ അറിയാം ഇത് നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത്, സ്ട്രെസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഉറക്കം ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് പഠിക്കുന്നത് DA ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ എക്സാമിന് 3 മാസം മുന്നേ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു 3 മാസം കൊണ്ട് ആ ബൾക്കി സബ്ജക്ട് ഒന്നും ആവത്തില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷെ നമ്മള് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയത്. അപ്പം അതിൽ നിന്ന് എനിക്ക് കുറെ ആ ഒരു DA എക്സാം കട്ട് ഓഫ് പോലും കിട്ടിയില്ല. അപ്പൊ ആ ഫെയിലറിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്യണം. മെയിൻ ആയിട്ട് ഏർലി പ്രിപ്പറേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. കാരണം നമ്മളിപ്പം പഠിച്ച് ഒരു ദിവസം നമുക്ക് ഒറ്റയടിക്ക് ഇതിലേക്ക് വരാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് അരമണിക്കൂറൊക്കെ ആയിരുന്നു ഒരു ദിവസം പഠിക്കുന്നത്. പിന്നെ അത് കൂട്ടി ആ ട്രാക്കിലേക്ക് വരുന്നത്. അപ്പം ഇതില് നമ്മൾ ഈ പഠിച്ചു വരുമ്പോൾ ഒരു ദിവസം നമ്മൾ 5 മിനിറ്റെങ്കിലും നമ്മൾ പഠിക്കണം. ഒരു ദിവസം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വിചാരിക്കാം നാളെ തുടങ്ങും എന്നുള്ള ഒരു മൈൻഡിൽ ഒരു മടി വരും നമുക്ക്. അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും. അപ്പൊ ശരിക്കും നേരത്തെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമാണെങ്കിലും ആദ്യമൊക്കെ ഞാൻ കുറെ ഉറക്കം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്.
പിന്നെ പിന്നെ ഇപ്പത്തേക്കും ശരിക്കും നമ്മൾ ഈ നേരത്തെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ ഉറക്കവും ബാലൻസ് ചെയ്ത് കൊണ്ട്, കാരണം നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ കോൺഫിഡന്റ് ആവും. ഈ റിവിഷൻ സ്റ്റേജും കൂടി മതി എന്നുള്ളതാവുമ്പോൾ നമുക്ക് ശരിക്കും ഉറക്കവും വേണം നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ടൈം മാനേജ്മെന്റ്, പിന്നെ ഈ നേരത്തെ പ്രിപ്പയർ ചെയ്യുക, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡി ഒക്കെയാണ് മെയിൻ. പിന്നെ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലുള്ള ടൈം കൺട്രോൾ ചെയ്യണം. നമുക്ക് എല്ലാം ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വട്ടായി പോകും. അപ്പം ഫോൺ യൂസേജ് ആണെങ്കിലും മാക്സിമം നമ്മൾ മിനിമൈസ് ചെയ്യും, പതുക്കെ പതുക്കെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിൽ സാക്രിഫൈസ് ചെയ്യണം ശരിക്കും. പിന്നെ ഇതിന്റെയൊക്കെ അവസാനം നമുക്ക് ഇനി ഞാൻ ഇതൊക്കെ ഫോൺ യൂസേജ് ഇനി കഴിഞ്ഞ് കാണാലോ എന്നുള്ളൊരു ഇതിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ശരിക്കും എല്ലാം ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ ഇത്ര നേരം നമ്മൾ അനീസയുടെ ഒരു സക്സസ് സ്റ്റോറി, തീർച്ചയായിട്ടും ഇതൊരു സ്ട്രഗിളിങ്ങിലൂടെ നേടിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. കേട്ട് കഴിഞ്ഞവർക്ക് അത് മനസ്സിലാകും. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത അനീസയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് എജൂസിന്റെ ഫാമിലിയിൽ നിന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി എക്സാംസ്, അപ്കമിങ് എക്സാംസ് വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുൻപിൽ നിരന്നു കിടക്കുകയാണ്. ചൂസ് ചെയ്യുക, ഗോ ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു സീറ്റ് ഇവിടെ ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാ സപ്പോർട്ടും എജൂസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇനി ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എജൂസ് ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ അനീസയ്ക്ക് കൊടുക്കുകയാണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ.